സുഹൃത്തുക്കളെ, തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവവും ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചതിൽ മുമ്പിൽ നിൽക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്ന കാലത്ത് തൗഹീദ് ശിർക്ക് എന്ന വാക്കുപോലും പറയാൻ ഇവിടെ ആളുണ്ടായിരുന്നില്ല. ബദരീങ്ങളെയും അമ്പരത്തങ്ങളെയും അതുപോലെ ഒട്ടനവധി മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് അറിയപ്പെട്ട മുസ്ലിമീങ്ങൾ എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. ഒരു വീട്ടിനടുത്തുകൂടെ നടന്നു പോകുമ്പോ ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ എന്നൊക്കെ കേട്ടാൽ അത് മുസ്ലിം വീടാണെന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലമാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞിരുന്ന വളരെ അപൂർവം ചില ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1920-കളിൽ ഉണ്ടായ കേരള മുസ്ലിം ഐക്യ സംഘവും പിന്നീട് 24-ൽ രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുമാണ് ഈ ആശയത്തെ ജനകീയമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത്. ഒരു വ്യാഴവട്ടക്കാലം പ്രവർത്തിച്ച കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തൗഹീദിന്റെ ശബ്ദം അലയടിക്കുവാൻ കാരണമായി. 1924-ൽ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കം അതിൽ മെമ്പറായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ഈ പണ്ഡിത സംഘത്തെ നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ ആളാണ്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് തോന്നി ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പ്രബോധനം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകണമെന്ന ആഹ്വാനം, ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെയുള്ള ഈ പോരാട്ടം നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നവർക്ക് മനസ്സിലായി. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതും അങ്ങനെ തന്നെ നിലനിന്നാലേ നമ്മുടെ വയറ്റുപഴപ്പിന് മാർഗമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മുസ്ലിയാക്കന്മാർ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയൊരു സംഘടനയുമായി രംഗത്ത് വന്നു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് തന്നെ അതിനും പേരിട്ടത്. പക്ഷെ 1930-ൽ സൊസൈറ്റി ആക്ട് അനുസരിച്ച് എല്ലാ സംഘടനകളും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വേറൊരു ജംഇയ്യത്തുൽ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടല്ലോ എന്നാണ് ഇവർ രജിസ്ട്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ മനസ്സിലായത്. ആദ്യം ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യം രജിസ്റ്റർ ചെയ്തു. ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പറഞ്ഞു അതിന്റെ ഇപ്പുറത്തൊരു സമസ്ത എന്നുകൂടി ചേർത്തി കൊടുത്തേക്കൂ. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു ബദൽ സംഘടന ഉണ്ടായത്. ആരാണ് ഐക്യം തകർത്തത്? നിങ്ങൾ ആലോചിക്കണം. ഒരു പണ്ഡിത സംഘടന ഉണ്ടാക്കുന്നിടത്ത് 2 പണ്ഡിത സംഘടനയാക്കിയത് ആരാണ്? ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ തുടങ്ങിയത് ആരാണ്? 1924-ൽ ഉണ്ടായ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേരോട് കൂടിയ കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും KNM, ISM, MSM തുടങ്ങിയ സംഘടനകൾക്ക് വൈജ്ഞാനികമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് തൗഹീദും ശിർക്കുമൊക്കെ സംസാരിക്കാൻ മുസ്ലിയാക്കന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പടയോട്ടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന കാര്യം ശിർക്കാണ്, ഇന്ന കാര്യം തൗഹീദാണ് എന്ന് വകതിരിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചതിന്റെ ഫലമായി ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നു. കൊണ്ടോട്ടി നേർച്ച പൂരമാണെന്ന് പറയാൻ, കൊണ്ടോട്ടിയിൽ പോലും പ്രസംഗിക്കാൻ പേരോടിനെ പോലുള്ളവർക്ക് ധൈര്യം കിട്ടിയത് ഇസ്ലാഹി പ്രസ്ഥാനം ഈ മണ്ണ് പാകപ്പെടുത്തിയത് കൊണ്ടാണ്. ഒരു 10-25 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 10-50 കൊല്ലം മുമ്പ് കൊണ്ടോട്ടി നേർച്ച പൂരമാണെന്ന് പറയാൻ പേരോടിനെ പോലുള്ള ഒരു മുസ്ലിയാർക്ക് സാധിക്കുമായിരുന്നോ? ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനം കട്ടയുടച്ച് മണ്ണ് പാകപ്പെടുത്തി. ധൈര്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും, ഞങ്ങളുടെ പ്രബോധനത്തിന്റെ പ്രതികരണമാണത്. മുജാഹിദ് ആയിട്ടില്ലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഇളക്കിവിട്ട ഇസ്ലാഹി കൊടുങ്കാറ്റ് തഴുകി തടവി കടന്നു പോകാത്ത ഒരൊറ്റ പ്രസ്ഥാനവും ഇവിടെയില്ല. പ്രത്യക്ഷമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും പരോക്ഷമായി ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ഒരൊറ്റ മുസ്ലിമും കേരളത്തിൽ ഇല്ലെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഖണ്ഡന ഭയം കൂടാതെ പറയാൻ സാധിക്കും. അതിന്റെ സ്വാധീനം മുസ്ലിയാക്കന്മാരുടെ പ്രസംഗത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും.